71 സൂറത്തുൻ നൂഹിൻ്റെ അവസാന ഭാഗത്ത് അമാനി മൗലവി നൽകിയ വ്യാഖ്യാനക്കുറിപ്പ്. വിഗ്രഹാരാധനയുടെ തുടക്കം. മനുഷ്യവർഗത്തിൻ്റെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം ഭൂലോക ജീവിതം ആരംഭിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുവാൻ തുടങ്ങുകയും ചെയ്തതോടെ തന്നെ മനുഷ്യ ശത്രുവായ പിശാചും അവൻ്റെ പ്രവർത്തന പരിപാടികൾ അവർക്കിടയിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തന്നാൽ കഴിയുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും ആദമിൻ്റെ സന്തതികളെ വഞ്ചിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവനാണല്ലോ ഇബ്ലീസ്. അധികം താമസിയാതെ ആദം നബി അലൈഹിസ്സലാമയുടെ മക്കൾക്കിടയിൽ വഴക്കും വക്കാണവും ഉണ്ടാകുമാറ് മനുഷ്യരിൽ നിക്ഷിപ്തമായ കോപം, അസൂയ, രോഷം ആദിയായവയെ അവൻ ഇളക്കിവിട്ടു. അത് മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ കൊലപാതകത്തിൽ കലാശിക്കുകയും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുവാൻ പോകുന്ന വിവരം അല്ലാഹു മലക്കുകളെ അറിയിച്ചപ്പോൾ മലക്കുകൾ ചോദിച്ചു, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികുദ്ദിമാ, അതിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ അതിൽ നീ ആക്കുന്നുവോ? അവർക്ക് അല്ലാഹു നൽകിയ മറുപടി, ഇന്നി അഅലമു മാലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് നിശ്ചയമായും എനിക്കറിയാം എന്നായിരുന്നു. സൂറത്തുൽ ബഖറ 30 മനുഷ്യവർഗം കുഴപ്പവും രക്തം ചിന്തലും നടത്തുകയില്ലെന്ന് അല്ലാഹു പ്രസ്താവിച്ചിട്ടില്ല. അവർക്ക് അറിഞ്ഞുകൂടാത്ത പല രഹസ്യങ്ങളും അതിൽ അന്തർഭവിച്ചിട്ടുണ്ടെന്നേ സർവജ്ഞനായ അല്ലാഹു മറുപടി പറഞ്ഞുള്ളൂ. മലക്കുകൾ സംശയിച്ച അക്കാര്യം ഏറെ താമസിയാതെ പുലരുകയും ചെയ്തു. അതെ, ആദം നബി അലൈഹിസ്സലാമയുടെ പുത്രനായ ഹാബീലിനെ സ്വന്തം സഹോദരനായ കാബീൽ കൊലപ്പെടുത്തി. അങ്ങനെ രക്തം ചിന്തലിൻ്റെയും കുഴപ്പത്തിൻ്റെയും ഉദ്ഘാടനം പിശാച് കൊണ്ടാടി. ഈ സംഭവം സൂറത്തുൽ മാഇദ 30 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു വിവരിച്ചിട്ടുണ്ട്. കർമ്മരംഗത്ത് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നതുകൊണ്ട് പിശാച് തൃപ്തി അടഞ്ഞില്ല. വിശ്വാസരംഗത്തേക്കും അതവൻ വ്യാപിപ്പിച്ചു. അങ്ങനെ പല ഊഹങ്ങളും തെറ്റായ ധാരണകളും ആശയക്കുഴപ്പങ്ങളും മനുഷ്യഹൃദയങ്ങളിൽ തലപൊക്കി. കാലക്രമത്തിൽ അവയെല്ലാം സത്യയാഥാർത്ഥ്യങ്ങളായി അംഗീകരിക്കപ്പെടുവാനും തുടങ്ങി. ദൈവികേതര മതങ്ങളുടെ ഉത്ഭവ സ്ഥാനം ഇതത്രേ. ദൈവികേതര മതങ്ങളിൽ അതിപുരാതന മതമാണ് സ്വാബിയ മതം അഥവാ ഗോളാർച്ചന മതം. ഈ മതക്കാരിൽ 2 തരക്കാരുണ്ട്. നക്ഷത്രങ്ങളും ഉപരിഗോളങ്ങളുമെല്ലാം ചില ആത്മീയ ശക്തികളുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന ധാരണയിൽ അവയെ ആരാധിച്ചു വരുന്ന ഒരു കക്ഷി. അതത് ഗ്രഹങ്ങളിലുണ്ടെന്ന് സങ്കല്പിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് ചില പ്രത്യേക രൂപങ്ങൾ നൽകുകയും ആ രൂപത്തിലുള്ള പ്രതിമകളെ ആരാധിക്കുകയും ചെയ്യുന്ന മറ്റൊരു കക്ഷി. വിഗ്രഹാരാധന രംഗപ്രവേശം ചെയ്ത ഒരു മാർഗം ഇതായിരുന്നു. ചിലർ അല്ലാഹുവിനെ ഒരു സ്ഥൂല വസ്തുവായി കണക്കുകൂട്ടി. രാജാധിപതിയായ അവൻ്റെ സിംഹാസനത്തിന് ചുറ്റും അവൻ്റെ പരിചാരകരായി മലക്കുകൾ നിലകൊള്ളുന്നതായി അവർ സങ്കൽപ്പിച്ചു. അങ്ങനെ അല്ലാഹുവിൻ്റേതെന്ന സങ്കല്പത്തിൽ വളരെ വലിയൊരു പ്രതിമയും ചുറ്റുപാടും മലക്കുകളുടേതെന്ന ഭാവേന വേറെ കുറേ ചെറുപ്രതിമകളും പ്രതിഷ്ഠിച്ച് അവർ അവയെ ആരാധിക്കുവാൻ തുടങ്ങി. മറ്റൊരു കൂട്ടർ അല്ലാഹുവിൻ്റെ ദിവ്യഗുണങ്ങളുടെ പ്രതീകങ്ങളെന്നോണം ചില പ്രത്യേക രൂപങ്ങളെ സങ്കൽപ്പിച്ചുണ്ടാക്കി ആ രൂപങ്ങളെ പ്രതിഷ്ഠിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തു വന്നു. 4മതൊരു വിഭാഗക്കാർ മരണപ്പെട്ടുപോയ സത്വൃത്തരായ പുണ്യവാന്മാരുടെ സ്മരണയ്ക്കും ബഹുമാനത്തിനും വേണ്ടി അവരുടെ പ്രതിരൂപങ്ങൾ നിർമ്മിക്കുകയും കാലാന്തരത്തിൽ അവയോടുള്ള ബഹുമാനം അതിരു കവിഞ്ഞ് അവയെ ആരാധിച്ചു തുടങ്ങുകയും ചെയ്തു.
നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനത ആരാധിച്ചു വന്ന വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ എന്നീ ദൈവങ്ങൾ ഈ ഇനത്തിൽപ്പെട്ട വിഗ്രഹങ്ങളത്രേ. ഈ 5 പേരിലുമുള്ള വിഗ്രഹങ്ങളെ ചില അറബി ഗോത്രങ്ങൾ ആരാധിച്ചിരുന്നതിനെപ്പറ്റി പ്രസ്താവിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിച്ചിരിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ജനതയിലുണ്ടായിരുന്ന ചില സജ്ജനങ്ങളുടെ പേരുകളാണവ. അങ്ങനെ അവർ നശിച്ച് അഥവാ മരിച്ചുപോയപ്പോൾ അവർ ഇരിക്കാറുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളിൽ അവയുടെ പേര് നൽകിക്കൊണ്ട് ചില പ്രതിഷ്ഠകൾ സ്ഥാപിക്കണമെന്ന് പിശാച് ജനങ്ങൾക്ക് ദുർബോധനം നൽകി. അവരത് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവ ആരാധിക്കപ്പെട്ടിരുന്നില്ല. അങ്ങനെ അക്കൂട്ടർ നശിച്ചു പോവുകയും ചെയ്തു. ചുരുക്കത്തിൽ ആദ്യം സജ്ജന സ്മരണയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട ആ സ്മാരകങ്ങൾ പിൽക്കാലത്ത് ആരാധ്യ വിഗ്രഹങ്ങളായി മാറി എന്ന് സാരം. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ സമുദായത്തിൽ സംഭവിക്കുവാൻ ഇടയാകരുതെന്ന് കരുതി ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശനം, സിയാറത്തുൽ ഖുബൂർ പോലും വിരോധിച്ചിരുന്നത് ഇവിടെ സ്മരണീയമാകുന്നു. ഷിർക്കിൻ്റെ വശങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് അറിയാറായപ്പോൾ ഖബർ സന്ദർശനം നടത്തുന്നത് പരലോക സ്മരണയ്ക്ക് ഉതകുന്നതാണെന്ന കാരണത്താൽ നബി പിന്നീട് അതിനെ മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. തിരുമേനി പറഞ്ഞു, ഖബറുകളെ സന്ദർശിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് നിരോധിച്ചിരുന്നു. അറിഞ്ഞേക്കുക, എന്നാൽ നിങ്ങൾ അവയെ സന്ദർശിച്ചുകൊള്ളുവീൻ. റവാഹു മുസ്ലിം. തിർമിദിയുടെ നിവേദനത്തിൽ ഇതും കൂടിയുണ്ട്. കാരണം അത് പരലോകത്തെ ഓർമ്മിപ്പിക്കുന്നതാകുന്നു. ഇതിനെല്ലാം പുറമെ മറ്റൊന്നുകൂടി, പ്രവാചകന്മാർ തുടങ്ങിയ മഹാത്മാക്കൾ മുഖാന്തരം അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളിലൂടെ വല്ല അസാധാരണമായ അത്ഭുത സംഭവങ്ങളും നടന്നതായി കാണുമ്പോൾ അവരിൽ അല്ലെങ്കിൽ അവയിൽ ദിവ്യത്വം കൽപ്പിക്കപ്പെടുക, അഥവാ ആ മഹാത്മാക്കളിലോ അല്ലെങ്കിൽ ആ വസ്തുക്കളിലോ അല്ലാഹു അവതരിപ്പിക്കുകയോ പ്രത്യക്ഷപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും അവൻ്റെ ഏതെങ്കിലും ഒരു ഗുണം അവതരിച്ചിട്ടുണ്ടെന്നും കരുതുക. അങ്ങനെ ആ മഹാത്മാക്കളുടെയോ വസ്തുക്കളുടെയോ പ്രതിമകളുണ്ടാക്കി പൂജിച്ചു വരിക. ഹിന്ദുക്കളുടെ വിവിധ അവതാര വിശ്വാസങ്ങളും വിഗ്രഹാരാധനകളും ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹിസ്സലാമയെയും കുരിശിനെയും ആരാധിക്കുന്നതുമെല്ലാം ഈ ഇനത്തിൽ ഉൾപ്പെട്ടവയും അത്രേ. പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും മനുഷ്യൻ്റെ അബദ്ധജടിലമായ ചിന്താഗതികളിൽ നിന്നുമായി ഉത്ഭവിക്കുകയും കാലാന്തരത്തിൽ ചില പ്രത്യേക രൂപങ്ങളിൽ സ്ഥിരപ്പെട്ട മതസിദ്ധാന്തങ്ങളായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത പലതരം വിഗ്രഹാരാധനകളാണ് മേൽപ്പറഞ്ഞതെല്ലാം. വിഗ്രഹാരാധനയുടെ പ്രസ്തുത ഇനങ്ങളെല്ലാം തന്നെ ഷിർക്കാണെന്ന് അഥവാ ബഹുദൈവ വിശ്വാസമാണെന്ന് ഖുർആൻ സംശയാതീതമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിഗ്രഹങ്ങൾ സ്വയം തന്നെ തങ്ങൾക്ക് ഗുണമോ ദോഷമോ വരുത്തുവാൻ പ്രാപ്തമാണെന്ന വിശ്വാസത്തോടെ അവയെ ആരാധിച്ചു വരുന്നവർ തുലോം കുറവായിരിക്കും. പക്ഷേ അവയെ ആരാധിക്കുന്നതു മൂലം ഏതെങ്കിലും പ്രകാരേണ ദൈവസാമീപ്യത്തിനും പുണ്യം നേടുന്നതിനും ഉപകരിക്കുമെന്നും അവയോ അവ പ്രതിനിധാനം ചെയ്യുന്ന പുണ്യാത്മാക്കളോ അല്ലെങ്കിൽ വൻ സൃഷ്ടികളോ അല്ലാഹുവിങ്കൽ ശുപാർശയും സ്വാധീനവും ചെലുത്തി തങ്ങൾക്ക് രക്ഷ നൽകുമെന്നും ഉള്ള വിശ്വാസമാണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. സൂറത്തു സുമർ 3-ാം വചനം. അവർ ഞങ്ങളെ അല്ലാഹുവിങ്കലേക്ക് സാമീപ്യം നൽകി അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല എന്നും ഹാ ഉലാഇ ശുഫആഉന ഇൻദല്ലാ. സൂറത്തു യൂനുസ് 18-ാം വചനം. ഇവർ അല്ലാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നും മറ്റും വിഗ്രഹാരാധകന്മാർ പറയാറുള്ളതായി അല്ലാഹു ഉദ്ധരിക്കുന്നത് ഇതിനെപ്പറ്റിയാകുന്നു.
സൂറത്ത് യൂനുസിൽ നിന്നുദ്ധരിച്ച ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പ്രസ്താവിച്ചിട്ടുള്ള ഒരു വാചകം ഇവിടെ ശ്രദ്ധേയമാകുന്നു. അതിങ്ങനെയാണ്: വനളീറു ദാലിക ഫി ഹാദ സമാനി ഇഷ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബിതഅലീമി ഖുബൂരിൽ അകാബിരി അല ഇഅ്തിഖാദി അന്നഹും ഇദാ അള്ളമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫആഅ ലഹും ഇൻദല്ലാഹി തആല. തഫ്സീറുർ റാസി, വാള്യം 4, പേജ് 557. സാരം: മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിച്ചാൽ അവർ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരായി തീരുമെന്ന വിശ്വാസത്തോടെ ഇക്കാലത്ത് വളരെ പടപ്പുകൾ മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുള്ളതും ഇതിനു തുല്യമായതാകുന്നു. ഇമാം റാസി റഹിമഹുല്ലയുടെ കാലത്തെ അഥവാ ഹിജറ 7-ാം നൂറ്റാണ്ടിലെ സ്ഥിതിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ അതിനുശേഷം ഈ ഏർപ്പാട് എത്രമാത്രം കൂടുതൽ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ടെന്ന് ഇന്ന് സത്യാന്വേഷികളെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അള്ളാഹുവിൽ ശരണം. ഷിർക്കിൻ്റെ എല്ലാ വകുപ്പുകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.